മാവും മാങ്ങയും എന്നും ഒരു നൊസ്റ്റാൾജിയാണ് മലയാളികൾക്ക്. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത വിസ്മരിച്ചുകൊണ്ട് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള മാങ്ങ തട്ടി താഴെയിട്ടു. അതെൻ്റെ പ്ലേറ്റിലുമായി. ഒന്ന് തട്ടിയപ്പോൾ 3 വീണു. മാങ്ങ മാത്രമല്ല, 2 മുരിങ്ങക്കോലും 1/4 കപ്പ് ചുമന്ന പരിപ്പ് അഥവാ റെഡ് മസൂർ ദാൾ. ഇവ മാത്രം പോരാ. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, ചുമന്ന ഉണങ്ങിയ മുളക് അഥവാ വറ്റൽമുളക്, പിന്നെ ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട, എന്താ കടുക്, അരമുറി തേങ്ങ, 2 സ്പൂൺ മുളക് പൊടി, 8-10 ചുമന്നുള്ളി, 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 2 നുള്ള് ചെറുജീരകം. കറി തയ്യാറാക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടതാണ്. പരിപ്പ് തിളച്ച് വരുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കൂടും, അതുകൊണ്ട് കുറച്ചധികം വെള്ളമൊഴിച്ച്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. റെഡ് മസൂർ ദാൾ പെട്ടെന്ന് വേകും, അതുകൊണ്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ കറിക്ക് ആവശ്യമുള്ള അത്ര തന്നെ ഉപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഭാഗമായിട്ടിടാം. അരപ്പിടുമ്പം വേണമെങ്കിൽ ബാക്കി അന്നേരം ചേർത്താലും മതി. ഗ്യാസ് ഓൺ ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ അങ്ങ് കിടന്നോട്ടെ. മൺചട്ടി ചൂടാകാൻ കുറച്ചധികം സമയമെടുക്കും. പരിപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പരിപ്പ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. മൺചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടുണ്ട്. ഇനി മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. മുരിങ്ങക്കോല് വേകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ചെറിയ ചൂടിൽ തന്നെ അത് പെട്ടെന്ന് വെന്തോളും. മുരിങ്ങയ്ക്ക വെന്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച മാങ്ങാ കഷ്ണം ഇട്ട് കൊടുക്കാം. മാങ്ങയും പെട്ടെന്ന് വേകും കേട്ടോ. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ ചെയ്താൽ മതി. സിമ്മിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മാങ്ങ വേകുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ ആവശ്യമായവ: തേങ്ങ ചിരകിയത്, 2 സ്പൂൺ മുളക് പൊടി, ഉള്ളി, 3 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം. ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതുണ്ട്, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരപ്പിന് സവോളയേക്കാൾ നല്ലത് ചെറിയുള്ളിയാണ്. കറി എന്തായെന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടുണ്ടാകും. നന്നായി തിളച്ചിട്ടുണ്ട്. അങ്ങനെ പരിപ്പും മുരിങ്ങക്കോലും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അരപ്പൊഴിച്ച് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അരപ്പും കഷ്ണങ്ങളും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അരപ്പിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഞാൻ ഓൾറെഡി പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഉപ്പ് കുറച്ച് മതി. നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അരപ്പിലും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കറി ഏതാണ്ട് അവസാന സ്റ്റേജിലോട്ടെത്തി. ഇനി അരപ്പൊന്ന് തിളയ്ക്കട്ടെ. ചെറുതീ മതി കേട്ടോ. തൽക്കാലം ഞാൻ അടച്ചു വെക്കുന്നില്ല, കാരണം ഇത് തിളച്ച് വരുന്ന സമയത്ത് തേങ്ങയൊക്കെ അടപ്പയിലിരിക്കും. അതൊഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അരപ്പ് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്.
അരപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെയാവും. അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം നിൽക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ചതുകൊണ്ട് അരപ്പ് തിളച്ച് പുറത്തോട്ട് പോവില്ല. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിനു മുമ്പേ ഉപ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കറി തിളയ്ക്കുമ്പോൾ വേണം ഉപ്പിടാൻ. കറി കൂടുതൽ രുചികരമാക്കാൻ കടുക് താളിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ചെറിയൊരു പാൻ വെക്കാം. പാൻ ചൂടായി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് താളിക്കാനുള്ളവ റെഡിയാക്കി വെക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഉള്ളിയും. ഉള്ളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴിയുന്നതും നമ്മൾ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പുറത്തൊക്കെ ഭയങ്കര വിഷമാണെന്നറിയാമല്ലോ. കറിവേപ്പില ഇട്ടതിന് ശേഷം ചുവന്നുള്ളി ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. കടുക് താളിച്ചത് മസ്റ്റാട്ടോ. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വേനൽക്കാലമായത് കൊണ്ട് മാങ്ങ കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. മിക്ക വീടുകളിലും കാണും. എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ടു ഓൾ വൺസ് മോർ. എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ലഞ്ചിന് ഇന്നിതാവട്ടെ കറി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കാൻ മറന്നു പോകരുതേ. ബൈ.